നമ്മുടെ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് പിസ്സ. ഇടയ്ക്കൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് വാങ്ങുന്ന പിസ്സ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പിസ്സ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. നല്ല ഒരു പിസ്സ തയ്യാറാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ വേണ്ടതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഈ മൊസറല്ല ചീസ് ഇപ്പോൾ നമുക്ക് മാളുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വാട്ടിയാണ് എടുത്തിരിക്കുന്നത്. പച്ചയ്ക്ക് തന്നെ വേണമെങ്കിലും എടുക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വേവിച്ചെടുത്ത കുറച്ച് മഷ്റൂം ഉണ്ട്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പിസ്സ സോസ് ഉണ്ട്. ഈ പിസ്സ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർക്കാം. കുറച്ച് ഒലിവിൻ്റെ കായുണ്ട്. ഈ പിസ്സയ്ക്ക് മെയിൻലി വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒറിഗാനോയാണ്. ഇത് നമ്മൾ പിസ്സയിൽ ചേർത്തിരിക്കണം. എങ്കിലേ പിസ്സയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പിസ്സയുടെ അതേ ഫ്ലേവറിൽ പിസ്സ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മിക്സ്ഡ് ഹെർബ്. ഈ മിക്സ്ഡ് ഹെർബും നമുക്ക് പിസ്സയ്ക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ പിസ്സ വീട്ടിൽ തയ്യാറാക്കിയാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിന് തന്നെ നമുക്ക് പിസ്സ കഴിക്കാം. നമ്മൾ വലിയ വില കൊടുത്ത് പിസ്സ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് പിസ്സ റെഡിയാക്കി എടുത്താൽ നമുക്ക് ഇഷ്ടാനുസരണം കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹെൽത്തിയുമാണ്. ഈ പിസ്സ തയ്യാറാക്കാനായിട്ട് പിന്നെ വേണ്ടതാണ് പിസ്സ ബേസ്. ഈ പിസ്സ ബേസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനും പറ്റും. പുറത്തുനിന്ന് മാളുകളിലൊക്കെ ഇപ്പോൾ വാങ്ങാനും കിട്ടും. പിസ്സ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ വയ്യാത്ത നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ഒരു പിസ്സ ബേസിലേക്ക് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ പിസ്സ ബേസിലേക്ക് നമ്മൾ കുറച്ച് പിസ്സ സോസ് വയ്ക്കണം. ഈ പിസ്സ സോസിന് കുറച്ചുകൂടി കളർ വേണം എന്ന് തോന്നിയാൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിന് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നില്ല. എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാം എന്ന് കരുതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഷ്റൂം വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ പടപടപടപടാന്നിങ്ങനെ സാധനങ്ങൾ പെറുക്കിയിടാറില്ലേ? അതൊക്കെ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ചീസ് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ഈ പിസ്സ ടേസ്റ്റി ആയിരിക്കും. മുമ്പൊക്കെ എവിടെ കിട്ടുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. ഇപ്പം മാളുകൾ ഇഷ്ടം പോലെ വന്നു. മാളുകളിലൊക്കെ ഈ സാധനങ്ങൾ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടും. നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത പിസ്സ വാങ്ങിക്കുന്നത് വെച്ച് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് വെച്ച് കൊടുക്കാം. പച്ച കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുമായിരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒറിഗാനോയും കുറച്ച് മിക്സ്ഡ് ഹെർബും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. കുറച്ച് മിക്സ്ഡ് ഹെർബ്സും കൂടി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് റെഡിയായി. ഇതിനി നമ്മൾ പാനിലോ ഓവനിലോ വെച്ച് ശരിയാക്കി എടുക്കുമ്പോഴേക്കും അടിപൊളി പിസ്സയാകും. ഞാൻ ഓൾറെഡി പിസ്സ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ഞാൻ കുക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.